ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഏതാണ് എന്ന് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതൊരു ഫിസിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയി കഴിഞ്ഞാലും സിലബസിൽ ആ പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ കൂടെ നമ്മൾ അതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പോർഷൻസ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് തന്നെയാണ്. അതിൻ്റെ അകത്ത് വരുന്ന സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഭാഗം. ഇതിൻ്റെ അകത്ത് ഹെർമൈറ്റ് ഉണ്ട്, ലാഗോറിയ ഉണ്ട്, ലെജൻഡർ പോളിനോമിയൽ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന നമ്മുടെ ഇപ്പോൾ ബീറ്റ ഫംഗ്ഷൻ, ഗാമ ഫംഗ്ഷൻ അങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ട് അതിന് കുറച്ച് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഒരു ഐഡൻറ്റിറ്റീസ് അതിന് വരുന്നുണ്ട്. ആ ഐഡൻറ്റിറ്റീസ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റോഡ്രിഗസ് ഫോർമുല, അതിൻ്റെ ഓർത്തോഗണാലിറ്റി, ഇൻ്റർവെൽ തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് കോംപ്ലക്സ് അനാലിസിസ്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമ്മുടെ കോണ്ടൂസ് ഇവാലുവേറ്റ് ചെയ്യാനും കോണ്ടൂസ് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഓൾസോ എന്ത് ചെയ്യാറുണ്ട്, ആ ഭാഗത്ത് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊരു പരീക്ഷയ്ക്കും ഒഴിച്ചുകൂടാനാകാത്തത് ഒരുപാട് ഭാഗമുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് എല്ലാ മേഖലയിലും വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. സ്പെഷ്യൽ ഫംഗ്ഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താണ് മറ്റ് മേഖലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനും എളുപ്പമാണ്. ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് വരിക ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമ്പിലും ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വരുന്നില്ല, പക്ഷെ സെറ്റ് പോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റിൽ അത് വരുന്നുമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനും ബൗണ്ടറി കണ്ടീഷനും ഒക്കെയാണ്. അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ എനർജി ഡെൻസിറ്റിയുടെ കേസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടെ വരിക. മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട്, മാക്സ്വെൽസ് ഇക്വേഷൻ വാക്വം, അതുപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് പ്രൊപ്പഗേഷൻ ഓഫ് EMF ഇൻ ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് മീഡിയ. അപ്പം നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഗേജ് ട്രാൻസ്ഫോർമേഷൻ, കൂളം ഗേജ് ആൻഡ് ലോറൻസ് ഗേജ് കണ്ടീഷൻസ് നമ്മൾ നോക്കിയിരിക്കണം. അപ്പം നമ്മൾ വിട്ടുപോകരുത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഭാഗം, പ്രൊപ്പഗേഷൻ ഓഫ് EMF. അപ്പം നമുക്ക് എന്താണ് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് അത്. ഇനി നമ്മൾ വരികയാണെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അകത്ത് തന്നെയാണ് റിലേറ്റിവിറ്റി കിടക്കുന്നത്. ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർമുലേഷൻ പറയുമ്പം തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ, ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പെൻഡുലം തൊട്ട് ഹാർമോണിക് ഓസിലേറ്റർ പോലുള്ള സിസ്റ്റത്തിൻ്റെ എന്താണ് ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും നമ്മളിപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മിക്കവാറും സമയങ്ങളിൽ എന്താണ് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ എടുത്തിട്ടായിരിക്കും ചോദിക്കുക. അതുപോലെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പോയിസൺ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. പിന്നെ എവിടെ നിന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഹാമിൽട്ടൺ ജേക്കബി ആൻഡ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിൽ നിന്നും കോൺസിക്യൂട്ടീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരികയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെയും മാക്സ്വെൽസ് റിലേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഫേസ് ട്രാൻസിഷൻസ് ഉണ്ട്, ഫേസ് ട്രാൻസിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ വരുമ്പോൾ എന്താണ് ബോസ്-ഐൻസ്റ്റീൻ അല്ലെങ്കിൽ ബോസ് പാർട്ടിക്കിൾ, തെർമോഡൈനാമിക്സ് ഓഫ് ബോസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ഓഫ് ഫെർമി പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗം. അവിടെ നമ്മൾ ഓരോ തെർമോഡൈനാമിക് വേരിയബിളും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെടുന്നു, മാസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എബവും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ബിലോവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് എൻസെമ്പിൾ. എൻസെമ്പിളിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കണം. ആ ഒരു കേസ് ഇത് തന്നെ ബോസ് പാർട്ടിക്കിളിൻ്റെയും അതുപോലെ തന്നെ ഫെർമി പാർട്ടിക്കിളിൻ്റെയും എല്ലാം പാർട്ടീഷൻ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ വരിക നമ്മുടെ ഇത് നമ്മൾ പറഞ്ഞു മാക്സ്വെൽ ബോൾട്സ്മാന്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഫെർമി എനർജി. ഇത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അകത്ത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി ഡിറാക് ആൻഡ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം.
ഫെർമി എനർജി, ഫെർമി ടെമ്പറേച്ചർ, ബോസ്-ഐൻസ്റ്റീൻ കോണ്ടൻസേഷൻ ഒക്കെ നമുക്ക് അവിടെ നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. എന്നാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു മേഖലയാണ്. ഇനി വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെ അകത്ത് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ബ്രാവിയസ് ലാറ്റിസ്, മില്ലർ ഇൻഡസസ്, ബ്രാക്സ് ലോ ഒക്കെ നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതിനകത്ത് സൈനിന് വേരിയേഷൻ വന്നിട്ട്, സൈൻ തീറ്റയ്ക്ക് വേരിയേഷൻ വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കാറ്. പിന്നെ നമുക്ക് എന്താണ് ഡി ഈക്വൽ ടു എ ബൈ റൂട്ട് എൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇന്റർലിങ്ക് ചെയ്തും ചോദിക്കാറുണ്ട്. പിന്നെ റെസിപ്രോക്കൽ ലാറ്റിസ്, സ്പെസിഫിക്കേറ്റ് ഐൻസ്റ്റീൻ മോഡലും ഡിബൈ മോഡലും നോക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ കപ്ലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സീമാൻ എഫക്റ്റ്, പിന്നെ നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷണൽ സ്പെക്ട്ര, പിന്നെ രാമൻ സ്പെക്ട്രോസ്കോപ്പി, ക്വാണ്ടം ആൻഡ് ക്ലാസിക്കൽ തിയറി, സെലക്ഷൻ റൂൾസ്, ആന്റി സ്റ്റോക്സ് ലൈൻസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് മിസ്സാക്കാൻ പറ്റാത്ത കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്തമാറ്റിക്കൽ ഓറിയന്റേഷൻ കൂടുതലായിട്ടുള്ള ഭാഗമാണ്. ഇപ്പം ഞാൻ ചില പേപ്പറൊക്കെ പറഞ്ഞിട്ടില്ല, ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞിട്ടില്ല, ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടില്ല, മൈക്രോ പ്രോസസർ പറഞ്ഞിട്ടില്ല. അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ സെറ്റിന്റെ നമ്മളൊരു ക്രാഷ് കോഴ്സ് 15 ദിവസത്തെ ഒരു ബൂസ്റ്റർ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഇത്ര മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ, 45 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ, അപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് 45 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 15 മോഡൽ എക്സാം ഉണ്ട്, ഡെയിലി വർക്കൗട്ട് ഉണ്ട്, PYQ ഡിസ്കഷൻസ് ഉണ്ട്, ഡെയിലി റിവിഷൻ ആൻഡ് എക്സാംസ് ഉണ്ട്, ഇൻഡിവിജ്വലൈസ്ഡ് മെന്റർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.